അറിയിക്കുക, അതൊന്നും ചെയ്തില്ല അവർ. മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് വിളമ്പുകയാണ് ചെയ്തത്. അതല്ലാതെ മാധ്യമങ്ങളും മാസങ്ങളും നമുക്കറിയാം, മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് ആരുടെയെങ്കിലും പ്രേരണയാൽ വെളിപ്പെടുത്തൽ നടത്തുന്നതിന് അതിന് പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയാം, കച്ചവടം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരൊന്നും അതിജീവിതമാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന് ശേഷം മറ്റൊരു സ്ത്രീയുടെ പേരിൽ ചാനലിൽ വന്ന വെളിപ്പെടുത്തൽ രാഹുൽ എന്നെ പീഡിപ്പിച്ചുവെന്നും ഗർഭിണിയാക്കിയെന്നും ഗർഭഛിദ്രം നടത്താൻ ശ്രമിച്ചുവെന്നും ഒക്കെ നമ്മൾ കേട്ടതാണ്. സത്യത്തിൽ നമുക്കറിയാം, എത്രയോ വനിതകൾ ഇവിടെ പറഞ്ഞു വേണ്ടായി, വനിതാ അഭിഭാഷകർ പറഞ്ഞു, ഒരു പുരുഷൻ മാത്രം ശ്രമിച്ചാൽ എങ്ങനെ ഒരു പീഡനം ഉണ്ടാവും, എങ്ങനെ ഒരു ഗർഭധാരണം ഉണ്ടാവും? അപ്പോൾ ഈ രണ്ടു കൂട്ടരും അല്ലെങ്കിൽ ഉഭയസമ്മതപ്രകാരമാണ് ഈ സംഭവങ്ങളൊക്കെ നടത്തിയത് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. അപ്പോൾ എന്നാൽ ആ സ്ത്രീ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീ അവിടെ ഞാനും ആ ടെലിവിഷനിൽ സംഭാഷണം കേട്ടപ്പോൾ ഏതോ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അവിവാഹിതയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഉപയോഗിച്ചു എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് അവർ വിവാഹിതയാണെന്നും പ്രായപൂർത്തിയായ ആളാണെന്നും നമുക്ക് ബോധ്യമായത്.